പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു കുടുംബം ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീകളും ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഓരോ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുടുംബം നല്ല ഒരു മാതൃകാ കുടുംബമായിരിക്കണമെന്നുള്ളത്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു കുടുംബം കാണാൻ കഴിയുന്നുണ്ടോ ഈ ഭൂമിയിലെന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്ന കുടുംബങ്ങളും, നാമധേയമായിട്ട് ക്രിസ്ത്യാനി എന്നുള്ള പേരിലുള്ള കുടുംബങ്ങളും, ക്രിസ്തുവിനെ അറിയാത്ത ഒത്തിരി കുടുംബങ്ങളും ഉള്ള ഒരു ഭൂമിയിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച ഒരു യാഥാർത്ഥ്യമാണ് കുടുംബം എന്നുള്ളത്. ദൈവം ആദത്തെ സൃഷ്ടിച്ച് ആദത്തിൽ നിന്നും ഹവ്വയെ നിർമ്മിച്ചു. ഈ ഭൂമിയിൽ അങ്ങനെ കുടുംബം എന്ന വ്യവസ്ഥ ദൈവം ഉണ്ടാക്കി. അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാ ജനങ്ങളും ഉണ്ടായിരിക്കുന്നത്. കുടുംബത്തിനകത്ത് പല ബന്ധങ്ങളുമുണ്ട്. ദൈവം സൃഷ്ടിച്ച കുടുംബത്തിൽ പിതാവ് മാത്രമായിട്ടിരുന്നു. അതിനുശേഷം അത് ഭർത്താവായി, ഭാര്യയായി, അപ്പനായി, അമ്മയായി, പിന്നെ ചേട്ടനായി, ചേട്ടത്തിയായി, ഇങ്ങനെയുള്ള ഓരോ ബന്ധങ്ങളും ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. അങ്ങനെ വിവിധ ബന്ധങ്ങൾ കൂടി ചേർന്നുള്ള ഒരു വ്യവസ്ഥയാണ് കുടുംബം എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് മറ്റൊന്നും കൂടെയുണ്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്. അത് നമ്മളിൽ പലരും അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടുമില്ല, പ്രസംഗിച്ചിട്ടുമില്ല, അധികം കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യമാണ് എനിക്കിന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്. അത് മറ്റൊന്നുമല്ല, അതാണ് നല്ല ഒരു അമ്മാവിയമ്മ, അതുപോലെ തന്നെ നല്ല ഒരു മരുമകൾ. ഈ ഒരു സബ്ജക്റ്റ് അനേകർ പ്രസംഗിച്ചിട്ടുണ്ടാവാം, അനേകർ പഠിച്ചിട്ടുണ്ടാവാം, അനേകർ കേട്ടിട്ടുമുണ്ടാവാം. ഒത്തിരി പ്രസംഗങ്ങളൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി ഒരു നല്ല അമ്മാവിയമ്മയാണ് എന്ന് പറയുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു നല്ല മരുമകളാണ് എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? അത് യാഥാർത്ഥ്യമായിട്ടും വരണമെങ്കിൽ ഒരു നല്ല മരുമകൾ, അവൾ എൻ്റെ നല്ല മരുമകളാണെന്ന് പറയേണ്ടത് ആരാ? അതൊരു അമ്മാവി അമ്മ പറയണം. അതുപോലെ തന്നെ ഒരു നല്ല അമ്മാവി അമ്മയാണ് എന്ന് പറയേണ്ടത് ആരാണ്? അതൊരു മരുമകൾ പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് സത്യമെന്ന് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി പേര് പറയും നല്ല അമ്മാവിയമ്മ, നല്ല മരുമകൾ. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യത്തോടു കൂടി ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറയുവാൻ നമ്മളിൽ ആർക്കൊക്കെ കഴിയുന്നുണ്ട് പ്രിയമുള്ളത്? ഞാൻ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. സത്യവേദ പുസ്തകം അത് 2 പുസ്തകമായിട്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമവും പുതിയ നിയമവും. അതിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി, പുറപ്പാട്, അതിനൊക്കെ ശേഷം 8ാമത് വരുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് രൂത്ത്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ രൂത്ത് എന്നാണ്. ആകെപ്പാടെ 4 അധ്യായമേ ഈ പുസ്തകത്തിലുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ചു പഠിക്കാൻ പറ്റും, വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ആ രൂത്ത് എന്ന പുസ്തകത്തിൻ്റെ 1ാം അധ്യായമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുന്നത്. ആ 1ാം അധ്യായത്തിൽ തന്നെ നമുക്കൊരു 3-4 കഥാപാത്രങ്ങളെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഹല്ലേലൂയ. ആ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ 1ാം അധ്യായം ആദ്യ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ബേത്ലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പാർപ്പാൻ പോയി. അതായത് എലിമേലെക്ക് എന്നാണ് ആ അപ്പൻ്റെ പേര്, കുടുംബനാഥനാണ്. എലിമേലെക്കിൻ്റെ ഭാര്യ നവോമി. ഇതൊക്കെ 1ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്.
സത്യവേദ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഉൽപ്പത്തി കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. നിങ്ങൾ ഇന്ന് തന്നെ ആ പുസ്തകം ഒന്ന് വായിച്ചാൽ വളരെ നന്നായിരിക്കും. അങ്ങനെ എലിമേലേക്കും ഭാര്യ നവോമിയും 2 ആൺമക്കളും കൂടി ബേത്ലഹേം എന്ന അവർ ദൈവത്തെ സേവിച്ച് ജീവിച്ചിരുന്ന ആ ദേശത്ത് ക്ഷാമവും വല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നോർമലി ആ കുടുംബം എന്ത് വിചാരിച്ചു? ഞങ്ങളൊന്ന് അല്പം മാറി താമസിക്കാം എന്ന് വിചാരിച്ചു തൊട്ടടുത്തുള്ള വേറൊരു ദേശത്തോട്ട്. ആ ദേശത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതാണ് മോവാബ് ദേശം. ഈ മോവാബ് ദേശം എന്താണ്, എങ്ങനെയുള്ളതാണെന്നൊക്കെ നമ്മൾ ആദ്യം ആ ഉൽപ്പത്തിയിലൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം ശപിച്ച ഒരു ജാതിയാണ്. എന്തുവെച്ചാൽ മോവാബ്യർ എന്ന് പറഞ്ഞാൽ മോവാബ് ദേശത്ത് താമസിക്കുന്ന ജനം ദൈവത്തിന് ആ ജാതി അത്ര ഇഷ്ടമുള്ളൊരു ജാതിയല്ല. എന്ന് വെച്ചാൽ നേരുള്ള രീതിയിൽ ഉണ്ടായ ഒരു ജനക്കൂട്ടമല്ല. അതുകൊണ്ട് ഒരു ശപിക്കപ്പെട്ട ദേശം. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ഈ ക്ഷാമവും കഠിന പ്രയാസങ്ങളും ഒക്കെ നിമിത്തം പോയി താമസിക്കുവാൻ തെരഞ്ഞെടുത്ത ദേശമാണ് മോവാബ് ദേശം. അങ്ങനെ എലിമേലേക്കും ഭാര്യ നവോമിയും മഹ്ലോനും കില്യോനും 2 ആൺമക്കളും കൂടെ ചേർന്ന് അങ്ങോട്ട് താമസിക്കുവാൻ പോയി. അവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ നടന്നു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ എലിമേലേക്ക് അവിടെ വെച്ച് മരിച്ചു. അതിനുശേഷം 2 ആൺമക്കളും അവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ചു. അത് മോവാബ്യ സ്ത്രീകളെ. അപ്പോൾ നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മോവാബ്യ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മോവാബ്യ ദേശക്കാർ യഹോവയായ ദൈവത്തെ സേവിക്കുന്നവരല്ല. അവർക്ക് ദൈവത്തെ അറിഞ്ഞുകൂടാ. അവർ അന്യ ദൈവങ്ങളെ സേവിക്കുന്നവരാണ്. അവരെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ളത് അവർ ഒരിക്കലും ദൈവസന്നിധിയിൽ വന്നുകൂടാ. അവർ ശപിക്കപ്പെട്ട ഒരു ജാതിയായിട്ട്, ഒരു ജനമായിട്ട് എണ്ണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ നവോമിയും ഈ 2 വിധവമാരായ പെൺമക്കളും മരുമക്കളും ആ ദേശത്ത് പാർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ നവോമിക്ക് ഒരു അറിവ് കിട്ടി. തൻ്റെ ദേശത്തെ ദൈവം കടാക്ഷിച്ചു, പട്ടിണിയൊക്കെ മാറിപ്പോയിരിക്കുന്നു, ഞാൻ ഇനി തിരിച്ച് എൻ്റെ ദേശത്തോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവർ പോകുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു ഭാഗമാണ് ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരുങ്ങുന്ന വേളയിൽ അവർ 3 പേരും പോകുവാൻ തയ്യാറായി എന്നാണ് നമുക്ക് ആ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അവർ 3 പേരും തയ്യാറാവുകയാണ്. അപ്പോൾ നവോമി ചെയ്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം, നവോമി ഒരമ്മാവി അമ്മയാണ്, അതും വിധവയായത്. നവോമിക്ക് കൂടെയുള്ള 2 പെൺമക്കളോ, ആ മരുമക്കൾ, അവരും വിധവമാരാണ്. ഒന്ന് ഓർപ്പ എന്നും മറ്റത് രൂത്ത് എന്നും പേരാണ്. നവോമി അവരെ വളരെ നിർബന്ധിച്ചതായിട്ട് ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നവോമി അവരെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അപ്പൻ്റെ വീട്ടിലോട്ട് മടങ്ങിപ്പോവുക, ഞാൻ എൻ്റെ ദേശത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവർ 3 പേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നും നമുക്കവിടെ കാണാം. പലപ്പോഴും പലരും ഈ ഓർപ്പയെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓർപ്പ അമ്മാവി അമ്മ ഇട്ടിട്ട് പോയി. അങ്ങനല്ല പ്രിയമുള്ളവരെ. നവോമി ഒത്തിരി നിർബന്ധിച്ചുകൊണ്ടാണ് ഓർപ്പ അവളുടെ ജനത്തിലേക്ക് തിരിഞ്ഞു പോകാനായിട്ട് തയ്യാറായത്. ആദ്യമൊക്കെ നമുക്ക് കാണുന്നുണ്ട് അവർ ഒരുമിച്ച് പോകുവാൻ തയ്യാറായി എന്നാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ ഓർപ്പ നിർബന്ധത്താൽ വഴങ്ങി ഓർപ്പ തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഈ രൂത്ത് എന്ന് പറയുന്ന മരുമകൾ ചെയ്ത ഒരു കാര്യമാണ് നമുക്കവിടെ വ്യത്യസ്തമായിട്ടും തോന്നുന്നത്. കാരണം ഒരു നല്ല അമ്മാവി അമ്മയാണ് നവോമി എന്ന് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം അത് രൂത്തിൻ്റെ ചില വാക്കുകളാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് നമുക്ക് ആ 1-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ, 15-ാമത്തെ വാക്യം, 1-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു. അപ്പോൾ അവൾ, നവോമി പറഞ്ഞു, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെ അടുക്കിലോട്ട് പോയല്ലോ, തൻ്റെ ദേവൻ്റെ അടുക്കിലേക്ക് പോയി, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് നവോമി വീണ്ടും രൂത്തിനോട് പറഞ്ഞവളെ നിർബന്ധിക്കുക. രൂത്ത് ആരാണ്? നവോമിയുടെ മരുമകളാണ്. ഓർപ്പ ഓൾറെഡി പോയി കഴിഞ്ഞു. അതിന് 16-ാം വാക്യം രൂത്ത് പറയുന്ന ചില വാക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. രൂത്ത് പറയുവാണ്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. അതിനുശേഷം നീ പോകുന്നിടത്ത് ഞാനും പോരും. ഒരു ഉറച്ച തീരുമാനം
ഈ രൂത്ത് എന്ന മരുമകൾ എടുക്കുകയാണ്. അവൾ സ്വന്തം മകളല്ല, അവൾ ദൈവത്തെ അറിഞ്ഞവളല്ല, അവൾ മോവാബ്യ ദേശക്കാരിയാണ്. എന്നിട്ടും അവൾ തൻ്റെ അമ്മാവി അമ്മയോട് പറയുകയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോരും, പിന്നെ നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. എവിടെ പാർക്കാൻ? ഈ നവോമി എല്ലാം നഷ്ടപ്പെട്ടവളായിട്ടാണ് ഇന്ന് മോവാബ്യ ദേശത്തായിരിക്കുന്നത്. അവളിപ്പോൾ സ്വന്തം ദേശത്തേക്ക് പോകുമ്പോൾ അവൾക്ക് അവിടെ ഒന്നുമില്ല. അവിടെ ചെന്നിട്ട് എന്താകുമെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. എവിടെ താമസിക്കും, എന്തു കഴിക്കും, എന്തു കുടിക്കും, ഒന്നും അവൾക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ മരുമകളായ രൂത്ത് തൻ്റെ അമ്മാവി അമ്മയോട് പറയുവാണ്, നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ എവിടെ താമസിക്കുന്നോ ഞാൻ അവിടെ താമസിക്കും, പിന്നെ നിന്റെ ജനം എൻ്റെ ജനം. ഹല്ലേലൂയ. അമ്മാവി അമ്മയോടൊരു മരുമകൾ പറയുന്ന കാര്യമാണ്, നിന്റെ ജനം എൻ്റെ ജനമായിരിക്കും. അതിനുശേഷം വീണ്ടും നിന്റെ ദൈവം എൻ്റെ ദൈവം. ഒരു മോവാബ്യ ദേശക്കാരിയാണ്, ദൈവത്തെ അറിയാത്തൊരു ജാതിക്കാരിയാണ് ഈ വാക്ക് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൾ അമ്മയോട് അമ്മാവി അമ്മയോട് പറയുവാണ്, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. അതിനുശേഷം വീണ്ടും പറയുന്നത് കേട്ടോ, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും, മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം എന്നോട് ചെയ്യുമാറാകട്ടെ. ഇതാരാ ഈ പറയുന്നത്? നവോമി പ്രസവിച്ചു വളർത്തിയ ഒരു മകളല്ല പറയുന്നത്. പരദേശത്ത് പാർക്കുവാൻ പോയപ്പോൾ ദൈവത്തെ അറിയാത്തൊരു ജാതിയായിട്ട് ജീവിക്കുന്ന മോവാബ്യ ദേശത്ത് മോവാബ്യ ദേവന്മാരെ നമസ്കരിച്ചും സേവിച്ചും ജീവിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത മോവാബ്യ വംശത്തിൽ പിറന്നവളായ ഈ രൂത്ത് എന്ന മരുമകൾക്ക് ഈ വെളിപ്പാട് എവിടെ നിന്ന് ലഭിച്ചു? എല്ലാവർക്കും പറയാനൊരു കാര്യമുണ്ട്. നവോമി തൻ്റെ ജനത്തെയും തൻ്റെ ദേശത്തെയും ഒക്കെ വിട്ടിട്ട് അവൾ പരദേശത്ത് പോയി പാർത്തു, അത് തെറ്റാണ്. അവൾ മോവാബ്യരുമായി കൂട്ടുകൂടി, അത് തെറ്റാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി മരുമക്കളെ എടുത്തു, അന്യജാതിക്കാരത്തെ പെൺകുട്ടികളെ, അതും തെറ്റാണ്. എന്നാൽ ഇവിടെ എന്താണ് മോവാബ്യ സ്ത്രീയായ രൂത്ത് പറയുന്നത്? ആ രൂത്തിന് ഇങ്ങനെ ഒരു വാക്ക് പറയുവാൻ, ഈ നവോമിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് പറയുവാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കാം അതിൻ്റെ പിന്നിലെ രഹസ്യം? പ്രിയജനമേ, മറ്റൊന്നുമല്ല. തൻ്റെ മരുമകളുടെ മുമ്പിൽ, തൻ്റെ കുടുംബത്തിൽ, ദൈവത്തെ അറിയാത്ത ജനത്തിൻ്റെ ഇടയിൽ പാർക്കുമ്പോൾ പോലും അവളുടെ വിശ്വസ്തമായ ജീവിതം, അവൾ അറിഞ്ഞ സത്യം, ദൈവത്തെ അറിയാത്ത തൻ്റെ ഭവനത്തിലേക്ക് വന്ന തൻ്റെ മരുമക്കളോട് പറഞ്ഞു കൊടുക്കുവാനും പഠിപ്പിച്ചു കൊടുക്കുവാനും അത് മാത്രമാണെങ്കിൽ ഒരിക്കലും ഈ അമ്മയുടെ കൂടെ ഞാനും പോകും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, നിന്റെ ജനം എൻ്റെ ജനം എന്നൊരിക്കലും അവൾ പറയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ദൈവത്തെ ഈ മകളിലേക്ക്, ആ ദൈവത്തിൻ്റെ വെളിച്ചത്തെ വീശുവാൻ ഈ അമ്മാവി അമ്മയായ നവോമിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിക്കുന്ന, എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സബ്ജക്റ്റാണ് അമ്മാവി അമ്മയുടെ ജീവിതം. നമ്മളിൽ ആർക്കൊക്കെ ഇത് പറയുവാനായിട്ട് കഴിയും? നിങ്ങളിൽ ആരൊക്കെ ഇങ്ങനൊരു നല്ല അമ്മാവി അമ്മയാണ്? നിങ്ങളുടെ മരുമക്കൾ ആരെങ്കിലും ഇങ്ങനൊരു നല്ല വാക്ക് നിങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുമോ? ഇനി പോട്ടെ, നല്ലൊരു മരുമകൾ, ഇവളെൻ്റെ നല്ലൊരു മരുമകളാണ്. മരുമകളല്ല എൻ്റെ സബ്ജക്റ്റ്. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് അമ്മാവി അമ്മ തന്നെയാണ്. അമ്മാവി അമ്മ എന്ന പദം തന്നെ ഒരു നെഗറ്റീവായിട്ടാണ് ആൾക്കാർ കാണുന്നത്. എന്നാൽ നമ്മുടെ ചിന്തയെല്ലാം മാറ്റിമറിക്കുന്ന ഒരു ദൈവിക സത്യമാണ് ഈ പുസ്തകത്തിൽ കൂടെ ദൈവം തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഒരു ദൈവ പൈതൽ അന്യദേശത്ത് പാർത്താലും അന്യജാതിക്കാരുടെ ഇടയിൽ പാർത്താലും എവിടെ പാർത്താലും ശരി, അവൾ സാക്ഷ്യമുള്ളവളാണെങ്കിൽ അനേകരെ കർത്താവിങ്കിലേക്ക് നടത്തുവാൻ അവൾക്ക് കഴിയും. ഇതാണ് ഈ അമ്മാവി അമ്മയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതാണ് രൂത്ത് ചെയ്തത്. തൻ്റെ അമ്മായി അമ്മയുടെ ജീവിതം, തൻ്റെ അമ്മായി അമ്മയുടെ വാക്കുകൾ, തൻ്റെ അമ്മാവി അമ്മയുടെ നടപ്പ്, അതെല്ലാം അവൾക്ക് മാതൃകയായിരുന്നു. അവൾക്ക് ഒരു അവിടെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉള്ള കുടുംബം അവിടെ ഉണ്ട്. എന്നിട്ടും അവൾ പറയുക, നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ എവിടെ പാർക്കുന്നു അവിടെ ഞാൻ പാർക്കും. അത് മാത്രമാണോ? നിന്റെ ജനം എൻ്റെ ജനമായിരിക്കുമെന്ന്.
ഒന്നോർത്ത് നോക്കിക്കേ, ഒരു പരദേശത്ത് നിന്ന് ഒരു മകൾ വന്ന് ആ ദേശത്ത് പാർക്കാൻ റെഡിയാവുന്നത് ചുമ്മാതാണോ പ്രിയമുള്ള ദൈവജനമേ? എത്ര സാക്ഷ്യമുള്ള ഒരു ജീവിതമാണ് ആ അമ്മാവി അമ്മ നയിച്ച. അവർ അമ്മാവി അമ്മയല്ലേ, അവർ അമ്മയല്ലല്ലോ. നമുക്കും കഴിയും, നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ഞാനൊരു മരുമകളാണ് കേട്ടോ, ഞാനും ഒരു മരുമകളാണ്. 30 വർഷമായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു മരുമകളായി തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ അമ്മായിയമ്മ നല്ല ഒരു സ്ത്രീയാണെന്ന് പറയാൻ എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് ചുമ്മാ പുറംപോടി പറയുന്നത്. അങ്ങനൊന്നുമല്ല ദൈവജനമേ. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുന്നു. അവർ നല്ലൊരു സ്ത്രീയാണ്. ഒരു പുറജാതിക്കാരിയെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് കയറി വന്നതും. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ അല്പം നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രൂത്ത് മോവാബ്യ ദേശത്തു നിന്ന് വന്നതുപോലെ തന്നെയാണ് ഞാൻ ഒരു ക്നാനായ കാത്തലിക് പശ്ചാത്തലത്തിൽ നിന്നും ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട് വന്നവളായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലോട്ട് വരുമ്പോൾ അവർ പാരമ്പര്യമായിട്ട്, അവർ വർഷങ്ങളായിട്ട് ദൈവത്തെ സേവിക്കുന്ന ദൈവജനമായിരുന്നു. എന്താകും എങ്ങനെയാകും എന്നൊക്കെയുള്ള അങ്കലാപ്പുകൾ എല്ലാവർക്കും ഉണ്ട്. ഞാൻ എൻ്റെ ആ ഭവനത്തിൽ കണ്ടത്, ഈ രൂത്തിനെ പോലെ ഞാൻ പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ അനുഗ്രഹമായി മാറി. എൻ്റെ അമ്മാവിയമ്മ വലിയ ഒരു പഠിത്തവും വലിയൊരു സ്ഥാനമാനങ്ങളും ഒന്നും ഉള്ള ഒരു ആളല്ല, ഒരു സാധാരണക്കാരി സ്ത്രീയാണ്. പക്ഷേ ഞാൻ പറയാം, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട നല്ലൊരു പാരമ്പര്യമുള്ള ഒരു അന്തസ്സും അഭിമാനവുമുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മാവിയമ്മ. ഞാൻ ഈ അമ്മാവിയമ്മ എന്ന് പറയാൻ തന്നെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മായി അച്ഛനോ അമ്മാവി അമ്മ എന്നോ പറയേണ്ടി വന്നിട്ടില്ല. ആ ഗതികേട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടില്ല. ഈ സബ്ജക്റ്റ് പ്രസംഗിക്കാൻ അതുകൊണ്ടാണ് എനിക്കിത്ര പ്രാഗൽഭ്യം, എനിക്കിത്ര ആവേശം അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ വീട്ടിൽ കയറി വന്നപ്പോൾ എന്നെ മോളെ എന്ന് വിളിച്ചാണ് അവർ എന്നെ സ്വീകരിച്ചത്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ദേശത്തോ ആ ഭവനത്തിലോ ആ കുടുംബത്തിലോ ആരും എന്നെ മോളെ എന്ന് പോലും വിളിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അതൊക്കെ ഒത്തിരി വലിയ കഥകളാണ്. എന്നാൽ ഞാൻ എന്നെ ദൈവം അയച്ച ആ ഭവനത്തിലെ സ്വീകരണം, അവരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം, എൻ്റെ അമ്മാവിയമ്മ രാവിലെ എഴുന്നേറ്റ് പാടുന്ന പാട്ടുകൾ, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവരുടെ ലളിതമായിട്ടുള്ള ജീവിതം, അവരുടെ മാതൃകയോടുള്ള ജീവിതം എൻ്റെ ജീവിതത്തിൽ എന്നെ നല്ലതുപോലെ സ്വാധീനിച്ചു. അത് ഞാൻ ഇന്നും നിങ്ങളോട് തുറന്നു പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. നവോമിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും വേദപുസ്തകമൊക്കെ വായിച്ചതും അതൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്നാൽ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയും അമ്മമാരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടി എനിക്ക് അങ്ങനെ ഒരു കുടുംബം തന്ന എൻ്റെ ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും, പ്രിയ ദൈവജനമേ, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചാൽ, നിങ്ങൾ ദൈവിക വ്യവസ്ഥയിൽ നിലനിന്നാൽ, നിങ്ങളുടെ വാക്കും ഭാഷണവും പ്രവൃത്തിയും ഒക്കെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണെങ്കിൽ, എന്നെപ്പോൾ ഒരു മരുമകൾക്ക് പറയുവാനായിട്ട് കഴിയും, എൻ്റെ അമ്മാവി അമ്മ എനിക്ക് ഏറ്റവും വിലയേറിയവളാണ്. അതെ, അതൊരു മരുമകൾക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ദുഷ്പേരുകളും ഈ നിന്ദകളും ഈ പഴികളും ഈ ദുഷികളും ഒക്കെ കേൾക്കുന്ന അമ്മാവി അമ്മമാർ എൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒന്നേ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ, നമുക്ക് നല്ല ഒരു സാക്ഷ്യത്തോടു കൂടി മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മളങ്ങനെ ജീവിച്ചാൽ അനേകരും ക്രിസ്തുവിനെയും അറിയുവാൻ ഇടയായി തീരും. എങ്ങനെ പറ്റും? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, നവോമിയെ ഓർക്കുക. ഒന്നും അവൾക്ക് പറയാനില്ല, ഒന്നും അവൾക്കില്ല, എല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും അവൾക്ക് ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള സ്നേഹം, ദൈവിക പ്രമാണങ്ങളിൽ ഉറച്ചുള്ള ജീവിതം, അതവളുടെ കുടുംബത്തിന് തന്നെ വെളിച്ചമായി മാറി. രൂത്ത് എന്ന മരുമകൾ, അവൾ ഒരു നല്ല സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ എൻ്റെ അമ്മാവിയമ്മ എനിക്ക് അമ്മയാണെന്ന് പറയുവാൻ തക്കവണ്ണം അവളുടെ ദൈവിക ഭയം അതിന് കാരണമായി തീർന്നു.
അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ്, നമ്മൾ ഇനി രൂത്തിനെ കുറിച്ചൊന്നും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. രൂത്ത് അതിനുശേഷം ഒത്തിരി കാര്യങ്ങളുണ്ട്. നവോമി പറഞ്ഞ വാക്കിന് മാത്രം ചുവടുകൾ വയ്ക്കുന്ന ഒരു മരുമകൾ. അതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു അമ്മാവിയമ്മയും നല്ലൊരു മരുമകളും ആകാൻ പറ്റും. ഇതുവരെ പറ്റിയിട്ടില്ലയോ? പറ്റും. എങ്ങനെ പറ്റും? ആദ്യം ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. ഈ രൂത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കുക, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അല്പം ഒന്ന് ചില തിരുത്തലുകൾക്ക് തയ്യാറാവുക. നമ്മുടെ ചിന്താഗതി, നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങൾ എല്ലാം ഒന്ന് തിരുത്തുവാൻ തയ്യാറാണോ? നമ്മുടെ സംസാരിക്കുന്ന രീതി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് തിരുത്തുവാൻ തയ്യാറാണോ? നമുക്കും നല്ലൊരു സാക്ഷ്യം ലഭിക്കും. നമ്മളൊരു നല്ല അമ്മാവിയമ്മയാണ് എന്ന് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ ആയിരിക്കട്ടെ. ഈ ലോകത്തിലുള്ള ആരുമല്ല അത് പറയേണ്ടത്, നമ്മുടെ ഭവനത്തിൽ തന്നെ അത് ചെയ്യട്ടെ. അതിനുവേണ്ടി ഓരോ അമ്മാവിയമ്മയും ഒരുങ്ങുവാനായിട്ട് കഴിയും, അത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുകയാണ്. എൻ്റെ അമ്മാവിയമ്മ, എൻ്റെ മമ്മി എനിക്കൊത്തിരി പ്രചോദനം നൽകുന്ന സ്ത്രീയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ മൈക്കും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ഇത് എവിടെ നിന്ന് പറയും. ഞാൻ എൻ്റെ മമ്മിയുടെ നമ്പർ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ എൻ്റെ മമ്മിയുടെ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് എൻ്റെ മമ്മിയോട് ചോദിക്കുക, നിങ്ങളുടെ മരുമോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ, എങ്ങനെയുണ്ട് അവൾ എന്നൊന്ന് ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും ഒരമ്മ എങ്ങനെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നത്തില്ല അവരെൻ്റെ അമ്മായിമ്മയാണ്. കാരണം അങ്ങനെയാണ് അവർ എൻ്റെ മുമ്പിൽ ജീവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ ഒരു സാക്ഷ്യത്തിന് ഉടമയായി തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോരുത്തർക്കും അതിന് കഴിയും. അതിന് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ആ 4-ാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ എല്ലാ റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ആ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം പറയുകയാണ്, നവോമിയുടെ വാക്ക് കേട്ടനുസരിച്ച് ഓരോ ചുവടുകളും വെച്ച രൂത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ലാസ്റ്റ് എന്താണ് സംഭവിച്ചത്? അവൾ ദാവീദിന്റെ മുത്തശ്ശിയായിട്ട് മാറി. ആരാണ്? മോവാബ്യ സ്ത്രീയായ രൂത്ത്. നമുക്കറിയാം ദാവീദിന്റെ വംശാവലിയിലാണ് യേശു ക്രിസ്തുവും ജനിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു വല്യമ്മച്ചി എന്ന് വേണം നമുക്ക് പറയാം. ആരാണ്? മോവാബ്യ ദേശക്കാരി. ഈ മോവാബ്യ ദേശക്കാരി, ശപിക്കപ്പെട്ട ജാതിയിൽപ്പെട്ട ഇവൾ എങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ആ വംശാവലി പട്ടികയിലേക്ക് എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ആ ദാവീദിൻ്റെ വംശാവലിയിലേക്ക് എങ്ങനെ കയറി വന്നു എന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായോ? ഈ അമ്മാവിയമ്മയുടെ ജീവിതമാണ്. രൂത്ത് എങ്ങനെയാ രൂത്തായത്? രൂത്ത് ഒരു മോവാബ്യ ദേശക്കാരിയല്ലായിരുന്നോ? അവൾ അന്യ ദൈവങ്ങളെ സേവിക്കുന്നവളല്ലായിരുന്നോ? അവൾ എങ്ങനെ ദൈവത്തിൻ്റെ ജനം, ആ ജനത്തിൽ വന്ന് അവൾ ജീവിച്ചു? അവളുടെ അമ്മാവിയമ്മയുടെ ജീവിതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ അമ്മമാരെ, അമ്മാവിയമ്മമാരെ, ഒറ്റ കാര്യമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ മക്കളും മരുമക്കളും ഒക്കെ സന്തോഷിക്കുവാൻ ഇടയായിത്തീരണം. നിങ്ങൾ ദൈവഭക്തിയുള്ളവരായിരിക്കാം, നിങ്ങൾ വർഷങ്ങളായിട്ട് ദൈവത്തെ സേവിക്കുന്നവരായിരിക്കാം, 30, 40, 50 വർഷമൊക്കെ ദൈവത്തെ സേവിക്കുന്നവരായിരിക്കാം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഓരോരുത്തരും. എന്നാൽ നിങ്ങളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്താണ്? നിങ്ങളുടെ മരുമക്കൾ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മരുമക്കളെക്കുറിച്ച് എന്തു പറയുവാനുണ്ട്? ഈ 2 കാര്യങ്ങൾ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് കൂടുതലൊന്നും വേണ്ട. നമ്മളെക്കുറിച്ചൊരു നല്ല വാക്ക് പറയുവാൻ, നമ്മുടെ ഭവനത്തിൻ്റെ അകത്തു നിന്ന് തന്നെ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ അതിനേക്കാൾ വലിയത് വല്ലതും ഉണ്ടോ? ഈ സർവശക്തനായ ദൈവത്തെ സേവിക്കുമ്പോൾ, ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണമെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്കൊരു നല്ല സാക്ഷ്യമുണ്ടായിരിക്കണം. പ്രസംഗിക്കുവാൻ എല്ലാവർക്കും കഴിയും, പഠിപ്പിക്കുവാനും എല്ലാവർക്കും കഴിയും. എന്നാൽ ജീവിച്ച് കാണിക്കുവാൻ, ഞാൻ ജീവിക്കുന്നു എന്നതിന് തെളിവാരാ? എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം, എന്നെക്കുറിച്ച് എൻ്റെ ഭർത്താവ് സാക്ഷ്യം പറയണം, എന്നെക്കുറിച്ച് എൻ്റെ മക്കൾ സാക്ഷ്യം പറയണം, എന്നെക്കുറിച്ച് എൻ്റെ അപ്പനും അമ്മയും സാക്ഷ്യം പറയണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്, ഒരു സാക്ഷ്യമില്ലാതെ ഇതുപോലെ നിൽക്കുവാൻ ആർക്കും കഴിയത്തില്ല. സന്തോഷത്തോടുകൂടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും
വീണ്ടും ദൈവസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, ഈ സമൂഹത്തിൽ നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കുവാൻ, നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ, സമാധാനമുള്ളൊരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ, എല്ലാ അസമാധാനങ്ങളും മാറിപ്പോകുവാൻ ഒരു നിമിഷം അല്പമൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നല്ലൊരു സാക്ഷ്യമുള്ള അമ്മാവിയമ്മ, നല്ലൊരു സാക്ഷ്യമുള്ള മരുമകളെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞില്ല ഇതുവരെ രൂത്തിനെ കുറിച്ച്. കാരണം അത് വീണ്ടും ഒത്തിരി നീണ്ടുപോകും. രൂത്ത് തൻ്റെ അമ്മാവിയമ്മയുടെ വാക്കിന് മുമ്പിൽ നടക്കുന്നവൾ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ എന്തു പറയുന്നത് മാത്രം അനുസരിച്ചവൾ. അതുകൊണ്ടാണ് അവളും ഈ വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവൾ ദാവീദിന്റെ വലിമച്ചയായി മാറിയത്. അതുകൊണ്ടാണ് അവളിൽ നിന്നും പിന്നീട് യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നത്. ഒരു അന്യജാതിക്കാരത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ആർക്കും സമാധാനമാ, ആർക്കും നല്ലത് ദൈവം ചെയ്തു തരും. അതാണ് ഈ മോവാബ്യ സ്ത്രീയിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട കാര്യം. ഹല്ലേലൂയ. ദൈവജനമേ, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കാം. നല്ല ഒരു കുടുംബമായിട്ട് നമുക്ക് ഈ സമൂഹത്തിന് മുമ്പിലായി തീരാം. അതുപോലെ തന്നെ നല്ല അമ്മയായി, നല്ല അമ്മാവിയമ്മയായി, നല്ലൊരു മരുമകളായി നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.